ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ റാങ്കിംഗ് ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായൊരു റാങ്കിംഗ് ടാസ്ക്കാണ്. എല്ലാ സീസണുകളിലും തന്നെ 3 മണിക്കൂറിൽ കൂടുതലെടുത്താണ് റാങ്കിംഗ് ടാസ്ക് തീരാറുള്ളതെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. പക്ഷേ ഇത്തവണ സീസൺ 7-ൽ 1 മണിക്കൂർ മാത്രമായിരിക്കും നിങ്ങൾക്ക് സമയം തരുന്നത്. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആ ഒരു റാങ്കിംഗ് ടാസ്ക് പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം, അതായത് ഇന്ന്, പണിപ്പുരയിൽ പ്രവേശിക്കാനേ പറ്റില്ല. ഇനി ഈ റാങ്കിംഗ് ടാസ്കിൽ മുന്നോട്ട് വരുന്നവർക്ക് പ്രത്യേക പരിഗണനയുണ്ട്. 1-ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 20 സെക്കൻഡ് കിട്ടും പണിപ്പുരയിൽ ചെലവഴിക്കാൻ. പിന്നെ 2-ാം സ്ഥാനത്ത് വരുന്നവർക്ക് 15 സെക്കൻഡും പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ 10 സെക്കൻഡ് മാത്രമായിരിക്കും പണിപ്പുരയിൽ പ്രവേശിക്കുമ്പോൾ കിട്ടുന്നത്. എല്ലാവർക്കുമായി ടോട്ടൽ 1000 പോയിൻ്റ് മാത്രമേ ലഭിക്കത്തുള്ളൂ. തന്നെ 19 സ്ഥാനമുണ്ട്. അതിൽ തന്നെ ബിഗ് ബോസ് ആദിലയ്ക്കും നൂറയ്ക്കും ഒരു പണി കൊടുത്തിട്ടുണ്ട്. ആദിലയും നൂറയും ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിക്കേണ്ടത്. നോർമലി 5-ാമത്തെയും 6-ാമത്തെയും ആഴ്ചയിലാണ് റാങ്കിംഗ് ടാസ്ക് കൊണ്ടുവരാറുള്ളതെങ്കിലും സീസൺ 7-ൽ ഇതിപ്പോൾ 2-ാമത്തെ ആഴ്ച തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു ടാസ്കിനിടയിലാണ് വലിയ ഫൈറ്റ് ഉണ്ടാകുന്നതും അവസാനം ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് അനൗൺസ് ചെയ്യുന്നതും. ഈ ഒരു സംഭവങ്ങളൊക്കെ ലൈവിൽ നടക്കുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.